ഹായ്, ഞാൻ ഷെറിൻ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് അഞ്ചൂർക്കോണമാണ്. അഞ്ചൂർക്കോണം ഞാൻ ഇന്നൊരു 10 സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് കാണിക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് വഴി പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ ആ കാണുന്നതാണ് നമ്മുടെ വഴി എന്ന് പറയുമ്പോൾ. അവിടെ പോയി പേയാട്, മലയൻകീഴ്, തച്ചോട്ടുകാവ് അങ്ങോട്ട് പോകുന്നൊരു റൂട്ടാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഈ ഒരു ഇതും കൂടി മാർക്കായിട്ട് പറയാൻ പറ്റും. മലയൻകീഴ് സർവീസ് സഹകരണ ബാങ്ക് കൂടിയുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നമ്മളിനി പ്ലോട്ട് കാണാം. പ്ലോട്ടിലേക്ക് പോകാം. ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ വഴിയെ പറഞ്ഞായിരുന്നു. ആ ഒരു വഴിയാണ് ഈ ഒരു വഴി. അതായത് അവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്ററോളം വരും നമ്മുടെ പ്ലോട്ടിലേക്ക് പോകാനായിട്ട്. ഈ വഴി ചെന്നെത്തുന്നതെന്ന് പറയുമ്പം പേയാട്, തച്ചോട്ടുകാവ് ആ ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. ഈ വഴിയുടെ ഒരു മാർക്കെന്ന് പറയുമ്പോഴത്തേക്കും അഡ്വക്കേറ്റ് സന്തോഷ് രാജിൻ്റെ ഒരു ബോർഡിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ വഴി വരുന്നത്. ഇതാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് പോകേണ്ട വഴി. നമുക്ക് നമ്മുടെ പ്ലോട്ട് കാണാം. നല്ല രീതിക്കും സിമൻ്റ് ഇട്ട നല്ലൊരു റോഡ് തന്നെയാണ്. അത്യാവശ്യം ഒരു വലിയ വാഹനത്തിന് കടന്നു പോകാൻ പറ്റുന്ന ഒരു വഴി തന്നെയാണ്. നേരത്തെ കാണിച്ച ആ വഴിയുടെ അവിടെ നിന്ന് ഇവിടെ വരെ എന്ന് പറയുമ്പോഴത്തേക്ക് 150 മീറ്റർ ആണുള്ളത്. 150 മീറ്ററാണ് ഏകദേശം ഉള്ളത്. നമ്മൾ കാണാൻ പോകുന്ന പ്ലോട്ട് എന്ന് പറയുമ്പം ഇതാണ് നമ്മുടെ 10 സെൻറ്റിൻ്റെ പ്ലോട്ട്. നേരത്തെ പറയും പോലെ തന്നെ ഞാനിപ്പോൾ ഏതൊരു പ്രോപ്പർട്ടിയിൽ പോയാലും ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറയുമ്പം ഈ ഒരു പുല്ലും കാര്യങ്ങളൊക്കെയാണ്. കാരണം മഴക്കാലം ആയതുകൊണ്ട് ആൾക്കാരെ ആരെയും കിട്ടുന്നില്ല എന്നാണ് എല്ലാ ഓണേഴ്സും പറയുന്നത്. ഇതാണ് നമ്മുടെ പ്ലോട്ട്. ഈ ഒരു വഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മഴയൊക്കെ കാരണം ഏകദേശമൊക്കെ നല്ല ചെളിയും കാര്യങ്ങളൊക്കെ പറ്റി കിടക്കുവാണ്. ഇതാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് പോകേണ്ട വഴി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു വഴി യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വഴിയും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വഴി ഒരു 4 മീറ്റർ വരും. 4 മീറ്റർ ഉണ്ട് ഏകദേശം ഇതിൻ്റെ ഒരു വഴിയുടെ അളവെന്ന് പറയുമ്പോൾ. അത് മാത്രമല്ല നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ കിടക്കുന്നത് നോക്കണ്ട. ഡെവലപ്പേഴ്സ് എന്തായാലും ഇവിടെ വീട് വയ്ക്കാൻ നേരത്ത് ടാർ ചെയ്ത് തരും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഈ ഏകദേശമൊക്കെ അങ്ങോട്ടുള്ള പ്ലോട്ടൊക്കെ ഓൾറെഡി സെല്ലായി കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരു പ്രീമിയം പ്ലോട്ടാണ് ഇത്. കാരണം ഫ്രണ്ടേജ് വരുന്നത് കൊണ്ടും പിന്നെ ഈ ഒരു വഴിയുടെ കാര്യത്തിലും കൊണ്ട് എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ഡീൽ തന്നെയാണ് ഈ ഒരു 10 സെൻറ്റിൻ്റെ പ്ലോട്ട്. പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു വീടിനെയും കൂടി പരിചയപ്പെടാൻ പറ്റും. ഇതും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ അതിര് തുടങ്ങുന്നതെന്ന് പറയുമ്പം ആ ഒരു കാറിൻ്റെ അവിടെ നിന്ന് ഈ ഒരു ഭാഗം വരെയും ഈ ഒരു ഭാഗത്തു നിന്ന് ആ ഒരു മതിലിൻ്റെ അറ്റം വരെയും ആ ഒരു മതിലിൻ്റെ അറ്റം തൊട്ട് ആ ഒരു തെങ്ങ് വരെയും പിന്നെ ആ തെങ്ങിയും നമ്മൾ നോർമലായിട്ട് നേരത്തെ പാർക്ക് ചെയ്ത ആ കാറിൻ്റെ വരെയാണ് നമ്മുടെ അതിര് വരുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചൂർക്കോണം ആ റോഡ് കാണാൻ പറ്റും. ആ ഒരു വാഹനങ്ങളൊക്കെ പാസ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രണ്ടേജ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നമുക്കിവിടെ കിട്ടും. അതായത് ഡയറക്റ്റ് ഒരു കാറോ അല്ലാന്നുണ്ടെങ്കിൽ സ്കൂട്ടറോ ഏതൊരു വാഹനമാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് നേരെ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറ്റാൻ പറ്റിയ ആ ഒരു ഫ്രണ്ടേജും കാര്യങ്ങളുണ്ട്. കാര്യം അത്രയ്ക്കും എന്താ പറയുക സ്പേഷ്യസ് ആണ്. 10 സെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം വലിപ്പം ഉണ്ടെന്നോ അതേപോലത്തെ ഒരു വലിപ്പവും നമുക്ക് 2 വഴി യൂസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടേജ് ആയിട്ട് എടുക്കാനും പറ്റും. അല്ലാതെ നമുക്ക് ഈ ഒരു റോഡ് വഴി വീട്ടിലേക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന 10 സെൻറ്റിന് നമ്മുടെ ഓണർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പം സെൻറ്റിന് 3.5 ലക്ഷം രൂപ വീതമാണ്. എപ്പോഴത്തെയും പോലെ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. പിന്നെ അത് മാത്രമല്ല ഇതൊരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ തന്നെ ഈ പറയുന്ന പ്ലോട്ടിന് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ മേടിച്ചിട്ട് ഇപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ പ്ലോട്ട് വിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പറയുന്ന 3.5 ലക്ഷത്തിനെ കാട്ടി കുറച്ചുകൂടി കൂട്ടി വയ്ക്കാൻ പറ്റും. കാര്യം ഈ ഒരു ഏരിയ നോക്കിയാൽ തന്നെ അറിയാം നല്ല രീതിക്കും എന്താ പറയുക അങ്ങോട്ട് വീടും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. ഓൾറെഡി ഞാൻ പറയുന്ന പോലെ ഓരോ പ്ലോട്ടും സെല്ലായി അവിടെ വീട് വെച്ചുകൊണ്ടിരിക്കുന്നു. പകുതി വീട് പൂർത്തിയായി. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഏരിയ ആണ് ഇത് മൊത്തം. വീടും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ താഴെ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഓണർ സെയിലാണ്. ഡയറക്റ്റ് ഓണറിനെ തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഡീൽ ഉറപ്പിച്ചോളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.